ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്നാണ് നടക്കുക. സ്പെയിൻ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഇപ്പോൾ അടിയുറച്ച് വിശ്വസിക്കുന്നത് ഈ മത്സരത്തിൽ അർജന്റീനയെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ കണ്ടു. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല, റഫറി അർജന്റീൻ താരങ്ങൾക്ക് അനുകൂലമായിക്കൊണ്ട് നിലകൊള്ളുന്നു എന്നുള്ള ആരോപണങ്ങളും സ്പെയിനിൽ നിന്ന് ശക്തമാണ്. പ്രത്യേകിച്ച് ഐമറിക് ലപ്പോർട്ടൊക്കെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ മറ്റൊരു സ്പാനിഷ് ജേർണലിസ്റ്റായ ഗോൺസാലോ മിറോ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത്, നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കാൻ അർജന്റീനക്ക് അറിയില്ല, അവർക്ക് ആകെ അറിയുന്ന കാര്യം ചവിട്ടിക്കൂട്ടുക, അതുപോലെ തന്നെ റഫറിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അവരുടെ ഒരു സഹായം സ്വീകരിക്കുക എന്നാണ് ഗോൺസാലോ മിറോ പറഞ്ഞിട്ടുള്ളത്. സ്പാനിഷ് ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അർജന്റീന സ്പെയിനിനേക്കാൾ എത്രയോ പിറകിലാണ്. അവരുടെ ആകെയുള്ള ഫുട്ബോൾ അത് ചവിട്ടിക്കൂട്ടുക, റഫറിയിൽ സമ്മർദ്ദം ചെലുത്തി അവരുടെ സഹായം സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് തോൽവി ചോദിച്ചു വാങ്ങിയതാണ്. ആ മത്സരത്തിൽ ഇംഗ്ലണ്ട് ചെയ്ത അബദ്ധങ്ങൾ ഒരു കാരണവശാലും സ്പെയിൻ ആവർത്തിക്കില്ല. 2 ഗോളുകൾക്ക് ലീഡ് ലഭിച്ചാലും സ്പെയിൻ ഒരിക്കലും ഇംഗ്ലണ്ട് ചെയ്ത പോലെ ഡിഫൻസിലേക്ക് പിൻവാങ്ങില്ല. ഇതാണ് ഗോൺസാലോ മിറോ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് തോൽവി ചോദിച്ചു വാങ്ങിയതാണ്. അർജന്റീനക്ക് അവർ നൽകിയ ഒരു ഗിഫ്റ്റാണ് ആ വിജയം. അത്തരം അബദ്ധങ്ങൾ ഒരു കാരണവശാലും സ്പെയിൻ ആവർത്തിക്കില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഭൂരിഭാഗം വരുന്ന ആളുകളും ഇപ്പോൾ സ്പെയിനിനാണ് വിജയ സാധ്യതകൾ കൂടുതലായിക്കൊണ്ട് കൽപ്പിക്കപ്പെടുന്നത്. പക്ഷേ അർജന്റീനയെ നമുക്കറിയാം, എപ്പോഴൊക്കെ അർജന്റീന തോൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം ആ പ്രഡിക്ഷനുകൾ തെറ്റിക്കാൻ മെസ്സിക്കും സംഘത്തിനും സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.